ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഒന്ന് കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം മികളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, പരിശുദ്ധ സ്നേഹത്തിൻ്റെ 10 ഗുണങ്ങൾ ഞങ്ങൾ ഇന്ന് ചിന്തിച്ച് ധ്യാനിച്ച് പഠിച്ച് സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വായിക്കുക. അത് മനസ്സിലാക്കാനും ഗ്രഹിപ്പാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമാക്കുവാനും കർത്താവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. സ്നേഹത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ച് ബിരുദം മേടിക്കലല്ല കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായി ആ സ്നേഹം ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ തലമുറകളിൽ അത് ഉരുവായി വളരണം. അതിനാഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ സ്നേഹത്തെക്കുറിച്ച് പഠിച്ചു. അഗാപ്പെ, ഈറോസ്, ഫീലിയ. അതിൽ അഗാപ്പെ എന്ന സ്നേഹമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ഞങ്ങൾ പഠിച്ചു. അതുകൊണ്ട് ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. രണ്ടാമത് സ്നേഹത്തിൻ്റെ മാഹാത്മ്യം കർത്താവെ ഇന്നലെ ഞങ്ങൾ പഠിച്ചു. ഞങ്ങളെ കർത്താവെ നീ അവിടുന്ന് പഠിപ്പിച്ചു. അത് ഞങ്ങൾ വളരെ ശക്തമായി വിവേചിച്ചറിഞ്ഞു. വീണ്ടും കർത്താവെ ഇന്ന് സ്നേഹത്തിൻ്റെ 10 ഗുണങ്ങളെ കർത്താവെ ഞങ്ങളെ നീ പഠിപ്പിക്കാൻ തക്കവണ്ണം വായിച്ചിരിക്കുക. നിന്നിൽ ശരണപ്പെട്ട ആശ്രയിച്ച് ഈ സ്നേഹത്തിൻ്റെ 10 ഗുണങ്ങളുള്ളവരായി ഞങ്ങൾ ഓരോരുത്തരും കുടുംബമായി രൂപാന്തരം പ്രാപിക്കും. ഇത് പറയുകയല്ല, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമാകണം. ഈ 10 ഗുണങ്ങൾ ഞങ്ങളിൽ നിന്നും വെളിപ്പെട്ട് വരണം. അതിനുശേഷമുള്ള 4 സ്നേഹത്തിൻ്റെ വിശിഷ്ട ഗുണങ്ങളുണ്ടല്ലോ കർത്താവ്. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമാകുവാൻ ദൈവമേ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഈ സിയോൻ പ്രയർ മീറ്റിങ്ങിലുള്ള മുഴുവൻ പേരും കുടുംബമായി സ്നേഹത്തിൻ്റെ മഹാത്മ്യം അറിഞ്ഞവരും അനുഭവിക്കുന്നവരുമായി മാറണം. 2, സ്നേഹത്തിൻ്റെ 10 ഗുണങ്ങൾ ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരണം. 3, സ്നേഹത്തിൻ്റെ 4 വിശിഷ്ട ഗുണങ്ങൾ കർത്താവെ ഞങ്ങൾ അനുഭവിച്ച് വെളിപ്പെടുത്തി അനേകം ആത്മാക്കളെ വീണ്ടെടുക്കുവാനുള്ള കൃപ കർത്താവെ നീ ഞങ്ങൾക്ക് നൽകണം. ഇതിനായി ഞങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പഠിക്കുക. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുക. കർത്താവെ ഈ ഗുണങ്ങളെല്ലാം കർത്താവെ ഞങ്ങൾ ഈ ഞായറാഴ്ച ഒരുമിച്ച് കൂടുമ്പോൾ സിയോൻ ധ്യാന കേന്ദ്രം അങ്കമാലിയിൽ കർത്താവ് ഈ സിയോൻ പ്രയർ മീറ്റിങ്ങിലുള്ള അനവധി സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം മുതൽ അനവധി സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടല്ലോ കർത്താവ്, അവരെല്ലാം കുടുംബമായി ഒരുമിച്ച് കൂടുമ്പോൾ ഈ സ്നേഹം പങ്കുവയ്ക്കപ്പെടുക. ആ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കൂടുവാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും ഒരുമനപ്പെട്ട് കടന്നു വരുവാനും എല്ലാവരും ആ സന്തോഷത്തെ പങ്കുവച്ച് മടങ്ങിപ്പോകുവാനും അനേകരിലേക്ക് ഈ സന്തോഷത്തെ പകർന്നു കൊടുക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ദേശത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ദൈവമക്കളായി ഞങ്ങൾ രൂപാന്തരം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന മെസ്സേജ് നിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ നിൻ്റെ ശബ്ദം കേട്ട് എളിദാസിനെയും കുടുംബത്തെയും അതുപോലെ തന്നെ കർത്താവേ വചനം കേൾക്കുന്ന മുഴുവൻ പേരെയും അവരാകാത്ത വഴിയിൽ നിന്ന് തിരിപ്പിക്കുവാൻ
നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുക. കർത്താവേ, നിന്റെ വഴിയിലൂടെ ഞങ്ങൾക്ക് യാത്ര ചെയ്യണം. അത് കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണം. അതിനായി കർത്താവേ, ഇതാ ഞങ്ങളെ തന്നെ നിന്റെ തൃപ്പാദത്തിൽ സമ്പൂർണമായി സമർപ്പിക്കുക. ഞങ്ങൾക്കിന്ന് ധ്യാനിക്കുവാനും പഠിക്കുവാനും തക്കണം. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ചെവി തുറന്നു വരട്ടെ. എഫാഥ, പരിശുദ്ധാത്മാവാൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെയുള്ള മുഴുവൻ പേരും കുടുംബാംഗങ്ങളും നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മ ജ്ഞാനം കൊണ്ടും പരിജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും ഓർമ്മ കൊണ്ടും ആലോചന കൊണ്ടും എല്ലാ കൃപാവരങ്ങളാലും നിറയപ്പെട്ട, ദൈവശക്തിയാൽ നിറയപ്പെട്ട ഒരായി ഞങ്ങൾ രൂപാന്തരം. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കണം. തടസ്സമായിരിക്കുന്ന മേഖലകളെല്ലാം ഇന്ന് കർത്താവെ ഞങ്ങളിന്ന് വിടുവിച്ച് ഞങ്ങളെ സ്വതന്ത്രയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ കർത്താവെ, ഞങ്ങൾ പഠിച്ചത് ഇരുമ്പോടാമ്പലുകൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മുമ്പിൽ ബന്ധനമായി കിടന്ന ഇരുമ്പോടാമ്പലുകൾ തനിയെ തുറന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഇന്നലെ വചനത്തിലൂടെ കണ്ടു, കേട്ടു, അറിഞ്ഞു. അത് ഇന്ന് ഞങ്ങൾ അനുഭവിച്ചു. കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം, നിനക്ക് നന്ദി, നിനക്ക് ആരാധന. അവിടുത്തെ തൃപ്പാദത്തിൽ പൊടിയോളം താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നിർത്തുന്നതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമല്ലേണമേ. ആമേൻ. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഇന്ന് വായിച്ച വേദഭാഗം, നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു. 3 വിധത്തിലുള്ള സ്നേഹമുണ്ടെന്നും അതിൽ നമുക്ക് വേണ്ടതായ സ്നേഹം അഗാപ്പെ എന്ന സ്നേഹമാണെന്ന് പഠിച്ചു. രണ്ടാമത് വീണ്ടും ഇന്നലെ ഞങ്ങൾ ചിന്തിച്ചു സ്നേഹത്തിൻ്റെ മഹാത്മ്യം. ഇന്നലെ ഞങ്ങളെ നീ പഠിപ്പിച്ചു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം മാത്രമേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളത് എല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. ഇന്നലെ നമ്മളെ പഠിപ്പിച്ചത് ഈ കാര്യമാണ്. സ്നേഹത്തിൻ്റെ മാഹാത്മ്യങ്ങളാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ചിന്തിക്കുന്നത് സ്നേഹത്തിൻ്റെ 10 ഗുണങ്ങളാണ്. അതൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ആഗ്രഹിക്കാം. നാളെ ചിന്തിക്കാനുള്ളത് സ്നേഹത്തിൻ്റെ 4 വിശിഷ്ട ഗുണങ്ങളാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. ഈ 10 ഗുണങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടണം. നമ്മൾ തിയോളജി പഠിക്കലല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാക്കുക. ആഗ്രഹിച്ചാൽ മതി, ദൈവം അത് നമ്മളിൽ നിവൃത്തിയാക്കും. ഒരു സംശയവും വേണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വായിക്കാം. അപ്പോൾ അതിൻ്റെ 4ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥമായ ഒരു ദൈവസ്നേഹത്തിൻ്റെ ഉടമയാണ് ഞാനും നിങ്ങളുമെങ്കിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. 2 ക്വാളിറ്റിയാണ്. ഒന്ന്, അവൻ ക്ഷമിക്കും. 2, അവൻ ദയ കാണിക്കും. ഇത് ആരുടെ സ്വഭാവമാണെന്നറിയാമോ? ദൈവം ദീർഘക്ഷമയുള്ളവനും ദയയുള്ളവനുമാണ് ദൈവം. ആ ദൈവം നമ്മിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ദീർഘമായി ക്ഷമിക്കാൻ കഴിയുന്നത്. ആ ദൈവം നമ്മിൽ വസിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് ദയ കാണിക്കാൻ കഴിയുന്നത്. ഇത് നമുക്ക് ദയ കാണിക്കാൻ കഴിയുന്നില്ല. ഇന്ന് നമുക്ക് ദീർഘക്ഷമ കിട്ടുന്നില്ല. കാരണം എന്താണ്? പിശാചാണ് ഇന്ന് ജനത്തെ നയിക്കുന്നത്. ഇനി ദീർഘക്ഷമയില്ലാത്ത ഓരോരുത്തരും തിരിച്ചറിയുക, നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നില്ല.
ദൈവം വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദീർഘക്ഷമയും മഹാദയയും കരുണാസമ്പന്നതയും എല്ലാം ദൈവിക സ്വഭാവങ്ങളാണ്. നമുക്കറിയാം, ആത്മാവിൻ്റെ ഫലമാണ് ദീർഘക്ഷമ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. അത് ആത്മാവിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം നമ്മിൽ വന്നിട്ടില്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിൽ ഒരു അശുദ്ധാത്മാവ് വാസം ചെയ്യുന്നു, ഒരു ദുരാത്മാവ് വാസം ചെയ്യുന്നു. ഒരുവരിൽ സ്നേഹമുണ്ട് എങ്കിൽ ദൈവത്തെ തേടി എങ്ങും പോണ്ട, അവനിൽ തന്നെ ദൈവമുണ്ട്. സ്നേഹമില്ല എങ്കിൽ അവനിൽ ദൈവമില്ല. നമ്മളിൽ യഥാർത്ഥ ദൈവസ്നേഹമില്ലാത്തതാണ് നമ്മൾ എവിടെ പോയാലാണ് ദൈവത്തെ കാണാൻ കഴിയുന്നതെന്ന് വിചാരിച്ച് ഓടി നടക്കുക. അപ്പോസ്തല പ്രവൃത്തി വായിക്കണ്ട, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തെ തപ്പി നോക്കി എന്നൊരു വാക്യം കാണാൻ കഴിയും. കണ്ടെത്തിയില്ലതാണ്. കാരണം എന്താ? അവൻ്റെ ഉള്ളിൽ ക്ഷമയില്ല, അവൻ്റെ ഉള്ളിൽ ദയയില്ല, അവൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള മനസ്സില്ല. ഇതുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളാണ് ദീർഘക്ഷമയും മഹാദയയും കരുണാസമ്പന്നതയും. ഇത് നമ്മിലുണ്ടെങ്കിൽ നമ്മൾ ദൈവം വസിക്കും. നമ്മൾ ഇന്ന് ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരും. ദൈവ സാന്നിധ്യം നമ്മളിന്ന് പുറപ്പെട്ടു വരും. ഇത് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊരു പുനഃപരിശോധന നടത്തും. 10 ഗുണങ്ങളിവിടെ വായിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ 2ാമത്തെ ഗുണം പറഞ്ഞത് ദൈവത്തിൻ്റെ സ്വഭാവങ്ങളാണ്, ദൈവത്തിൻ്റെ ഗുണങ്ങളാണത്. ദീർഘക്ഷമ, ദയ. ദൈവം മഹാദയുള്ളവനാണ്. ഇത് കാണിച്ചു തന്നല്ലാണ്ട് ദൈവമാണെന്ന് പറഞ്ഞൊരു ശക്തിയായിട്ട് മുകളിൽ ഇരിക്കുന്ന ഒരാളല്ല യഥാർത്ഥ ദൈവം. അതാണ് ഒരു ക്രിസ്ത്യാനി കണ്ടെത്തിയ ദൈവം. ദൈവം മനുഷ്യനായി ജനിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു ദൈവമാണ് യേശു. വെളിപ്പെട്ട ദൈവം, വെളിപ്പെട്ട വചനം. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ വലിപ്പം എന്നുള്ളത്. കാണാത്തൊരു ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത്, കണ്ട ഒരു ദൈവത്തെ, യഥാർത്ഥമായ ദൈവസ്നേഹം കാണിച്ചു തന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ഒരു വ്യക്തിക്ക് ദീർഘക്ഷമയും ദയയും ഉണ്ടാകണം. അതാണ് സ്നേഹമെന്ന് പഠിപ്പിക്കുമ്പോൾ ഇത് യഥാർത്ഥമായി കാണിച്ചു തന്നുകൊണ്ട് ആ ദൈവം നമ്മളെ പഠിപ്പിച്ചത്. ഈ സത്യമാണ് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നമ്മളിൽ ഇല്ലാത്തൊരു കാര്യം നമ്മളൊരാളെ പഠിപ്പിച്ചത് കൊണ്ടൊരു പ്രയോജനമില്ല, അത് കേൾക്കുന്നവർക്കും പ്രയോജനം ഉണ്ടാവില്ല. അപ്പം ഈ മനോഭാവം, ഈ സ്വഭാവം എന്നിലും നിങ്ങളിലും വെളിപ്പെട്ട് വരുമ്പോഴാണ് ഈ ദൈവം നമ്മിൽ വസിക്കുന്നത്. നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കണം. ദീർഘക്ഷമ കിട്ടണം, മഹാദയ കിട്ടണം. ഇതില്ല എങ്കിൽ സാത്താനാണ് അവൻ വസിക്കുന്നത്. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ആ ജയം പ്രാപിക്കാൻ കഴിയുള്ളൂ. ദൈവം ദീർഘക്ഷമയും മഹാദയയും കരുണാസമ്പന്നനുമാണെങ്കിൽ ദൈവം വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ ക്വാളിറ്റികൾ ഉണ്ടാകും. അല്ലാത്ത വ്യക്തിയിൽ ദൈവം വസിക്കുന്നില്ല, സാത്താൻ വസിക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വം വെട്ടിക്കട്ടെ. നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് പരിശോധിക്കാൻ നമുക്കിപ്പോൾ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. സുഖലോലുപതയിൽ നടക്കുമ്പോൾ ഇതൊന്നും തിരിച്ചറിയില്ല. അതേസമയം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദീർഘക്ഷമ കാണിക്കാൻ പറ്റുന്നുണ്ട്, മഹാദയ കാണിക്കാൻ പറ്റുന്നുണ്ടോ, കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അവനിൽ ദൈവം വസിക്കും.
ദൈവ തിരുനാമം മാത്രം മഹത്വം. ഇവിടെ വായിച്ച വേദഭാഗം 4-ാം വാക്യം, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കും. സ്നേഹം ആരാണ് നമ്മൾ പഠിച്ചത്? ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകും. അപ്പം ദൈവം വസിക്കുന്നതിന് സ്നേഹമുണ്ടാകും. ദൈവം വസിക്കുന്നില്ലെങ്കിൽ അവനിൽ പരദൂഷണം, കയ്പ്, വെറുപ്പ്, പക, പിണക്കം, കോപം, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, ഇതെല്ലാം അവനിൽ വെളിപ്പെട്ടു വരും. അത് പിശാചിൻ്റെ പ്രവൃത്തികളും പിശാചിൻ്റെ സ്വഭാവങ്ങളുമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, അതുപോലെ തന്നെ സ്നേഹം, സന്തോഷം, സമാധാനം. ഇതെല്ലാം ദൈവ സ്വഭാവമാണ്. അപ്പം ദൈവം വസിക്കുന്നവരിൽ ഈ സ്വഭാവം കാണും, ദൈവം വസിക്കാത്തവനിൽ പിശാചിൻ്റെ സ്വഭാവം കാണും. നമ്മളിൽ ഏത് സ്വഭാവം വെളിപ്പെട്ടു വരുന്നു എന്ന് പരിശോധിച്ചു നോക്കും. യഥാർത്ഥമായി ദൈവ സ്വഭാവം നമ്മളിൽ വെളിപ്പെട്ടു വരുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ഓരോരുത്തരും നമ്മുടെ കുടുംബാംഗങ്ങളിലും ഈ ദൈവ സ്വഭാവം വെളിപ്പെട്ടു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കാം. ആരും ആരെയും കുറ്റപ്പെടുത്താതെ ദീർഘക്ഷമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വായിച്ച വേദഭാഗത്തേക്ക് വരാം. അപ്പോൾ ദീർഘക്ഷമ, ദയ. വീണ്ടും സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്പർദ്ധ ജനിപ്പിക്കുക. സ്പർദ്ധയുണ്ടാക്കുക. അനേകരുടെ ഉള്ളിൽ ഈ സ്പർദ്ധയുണ്ട്. നമുക്ക് 1 പത്രോസ് 4:8 വായിക്കാം. 1 പത്രോസ് 4:8 വായിച്ചു. ആർക്കെങ്കിലും കിട്ടിയ വായിക്കാട്ടോ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. കണ്ടോ, നമ്മൾ തമ്മിൽ കൂടാതെ തമ്മിൽ അതിസൽക്കാരം ആചരിപ്പിക്കും. കണ്ടോ, ആ സ്നേഹത്തിന്റെ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ആ സ്നേഹത്തിന്റെ സ്വഭാവമാണ് ഇവിടെ ഇപ്പൊ വെളിപ്പെടുത്തി കാണിച്ചു തന്നത് ദൈവം. തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. ഉറ്റ സ്നേഹം അത് നമ്മിനുണ്ടാകണം. സ്നേഹം കൊണ്ടുള്ള ഗുണം എന്താണ്? അനേകം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. യാക്കോബ് പുസ്തകത്തിലും 5-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം എങ്ങനെയാണ്? അവിടെ എങ്ങനെ കാണാൻ കഴിയും? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപത്തെ ദൈവം മറയ്ക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരെ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പി. പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം നടത്താൻ കഴിയണം. ഇതൊരു ദൈവിക സ്വഭാവമാണ്. ഇന്ന് അനേകർ ചിലപ്പോൾ പ്രഹസനമായി അതിഥി സൽക്കാരം നടത്തുന്നവരുണ്ട്, വളരെ ആത്മാർത്ഥതയോടെ അതിഥി സൽക്കാരം നടത്തുന്നവരുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പോലൊരു പിറുപിറുപ്പ് കൂടാതെ ഒരു അതിഥി സൽക്കാരം നടത്തുക, ഉറ്റ സ്നേഹത്തിൻ്റെ ഉടമകളായി മാറുക, അതാണ് ദൈവസ്നേഹമെന്നും ദൈവപ്രവൃത്തി എന്നും പറയുന്നത്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ.
വീണ്ടും നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം. സദൃശ്യവാക്യം 10-ാം അധ്യായം 12-ാം വാക്യം. സദൃശ്യവാക്യം 10:12. സദൃശ്യവാക്യം 10:12. പഴയ വഴക്കുകൾക്ക് കാരണമാകുന്നു. പക സകല ലംഘനങ്ങളെയും പക വഴക്കുകൾക്ക് കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലൊരു വ്യക്തിയോട് പകയുണ്ടെങ്കിൽ ഒരു കിട്ടുന്ന അവസരം മുതലെടുത്തുകൊണ്ട് അവനെ വെട്ടും. അതിൻ്റെ ബേസ് എന്താണ്? അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് പക സൂക്ഷിക്കുന്നു. അങ്ങനെ മനോഭാവം നമ്മളിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. ദൈവവചനം പറയുന്നു, ഒരു ഭവനത്തിൽ വഴക്കുണ്ടാകുന്നതിൻ്റെ കാരണം തമ്മിൽ ചില പക സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ ബേസായിട്ട് ആ വഴക്കിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ ഓരോരുത്തരും ഇൻഡിവിജ്വലായി വിചാരിച്ചാൽ മാത്രമേ കഴിയൂ. എന്തു ചെയ്യണം? ആ വ്യക്തിയോടുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ പക എടുത്തു മാറ്റി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവമക്കളാകാനുള്ള മാർഗം എന്താ പറഞ്ഞത്? 5 മത്തായിയുടെ സുവിശേഷം 5:43-44 എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് വേണ്ടി, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ പകയുണ്ടോ, അവൻ്റെ ജീവിതത്തെ മുഴുവൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിലും അവൻ ഭവനത്തിൽ വഴക്കുകൾ ഉണ്ടാക്കും. കാരണം എന്താ? അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് പക സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആരോടെങ്കിലും ഉള്ളിൽ പക വെച്ചുകൊണ്ടിരിപ്പുണ്ടോ എന്ന് പരിശോധിച്ചു. കിട്ടുന്ന അവസരത്തിൽ അവനെ വെട്ടും. വചനമാണ് ഈ പറയുന്നത്, ഞാൻ എൻ്റെ വാക്കല്ല, ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. പക വഴക്കുകൾക്ക് കാരണമാകും. ഞാൻ വചനം ഒരിക്കലും എൻ്റെ സ്വന്തം വാക്യങ്ങളാൽ, സ്വന്തം വാക്കുകളല്ല ഞാൻ പറയാറ്. എല്ലാം ബൈബിളിൻ്റെ ബേസിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ വ്യക്തമായി പറയുക, പക വഴക്കുകൾ കാരണമാകും. സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. അവിടെ ആ പക മാറ്റി ആ പകയ്ക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ നിന്റെ സകല ലംഘനങ്ങളെയും ദൈവം മൂടിക്കളയും. ആമേൻ. നീ ഒരു പക സൂക്ഷിച്ചാൽ നിന്റെ ഭവനത്തിൽ നിശ്ചയമായും എപ്പോഴും വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം നിന്റെ ഉള്ളിൽ പകയുണ്ട്, വ്യക്തിപരമായ പകയുണ്ട്. വചനമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു വാക്ക് പോലും ചേർത്ത് വെച്ച് പറയുന്നില്ല. വ്യക്തിപരമായ വ്യക്തികളോടുള്ള പകയാണ് വഴക്കുകൾ കാരണം. വേറെ ഒന്നും ചേർക്കാതെ പറയുന്നത് ആ പക വഴക്കുകൾക്ക് കാരണമാകുന്നു. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ഭവനത്തിൽ നിരന്തരമായ വഴക്കുകളുണ്ടോ? ഇന്ന് അങ്ങനെയുള്ളവർ അവരുടെ ഉള്ളിൽ ഭാര്യയോടായിക്കോട്ടെ, ഭർത്താവിനോടായിക്കോട്ടെ, അപ്പനോടായിക്കോട്ടെ, അമ്മയോടായിക്കോട്ടെ, ആരോട്, മക്കളോട്, മരുമക്കളോട്, ആരോട് ഉള്ളിൽ പക സൂക്ഷിച്ചു വച്ചിരിക്കുന്നുവോ ഇന്നത് അവസാനിപ്പിക്കും. പക സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പക ഇരിക്കുന്നിടത്ത് ആരിയ്ക്കുന്നു? അത് ആരുടെ സ്വഭാവമാണ്? പിശാചിൻ്റെ സ്വഭാവമാണ്. ആ പക ഇരിക്കുന്നിടത്ത് പിശാചിരിക്കുക. കാലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനം ഉണ്ടാകില്ല. പക വഴക്കുകൾക്ക് കാരണമാണ്. എന്നാൽ സ്നേഹമോ
എന്താണ്? സകല ലംഘനങ്ങളെയും മൂടും. ആ പകയ്ക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും പകയ്ക്കുന്നവരെ സ്നേഹിപ്പാനും ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കായി കൂട്ടാണ്. നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങൾ പകയ്ക്കുന്നവർക്ക് നന്മ ചെയ്യുവീൻ. നിങ്ങളെ പകയ്ക്കുന്നവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പീൻ. അവരെ ജയിക്കാൻ അവരുടെ നേരെ സ്നേഹം മാത്രമാണ് മാർഗം. അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പറഞ്ഞ ഓരോ വചനവും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് എടുത്തു നോക്കിക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ ദിവസവും സാക്ഷ്യം പറയാൻ അടയാളങ്ങളുണ്ടാകും. സ്നേഹത്തെക്കുറിച്ച് പഠിച്ചാൽ മതി, സ്നേഹത്തെ സ്വീകരിച്ചാൽ മതി. ഈ ബൈബിളെല്ലാം നിവൃത്തിയായി. സ്നേഹമില്ലാതെ പോകുന്നതാണ് സാത്താൻ നമ്മുടെ ഭവനത്തിൽ കയറി നിരങ്ങി നമ്മുടെ കുടുംബം തകർത്ത് കളയുന്നതിൻ്റെ കാരണം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അതായത് നമ്മൾ വായിച്ച 1 കൊരിന്ത്യരിലേക്ക് വരാം. 1 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം. അവിടെ വായിച്ചത് സ്നേഹം ഇല്ല എങ്കിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കും, ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ഒരു മനുഷ്യനോടൊരു സ്പർദ്ധ വേണ്ട. വീണ്ടും സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. സ്നേഹമുള്ളൊരു വ്യക്തിക്ക് എന്തുണ്ടാകില്ല? നഗളമുണ്ടാകില്ല. നഗളമുണ്ടോ? അവൻ്റെ ഉള്ളിൽ സ്നേഹമില്ല, അവൻ്റെ ഉള്ളിൽ ദൈവമില്ല. നഗളം എന്നുള്ളത് മരണകരമായ പാപമാണ്. നഗളം എന്നുള്ളത് മരണകരമായ പാപമാണ്. സ്നേഹം നഗളിക്കുന്നില്ല. അപ്പം നഗളം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളിൽ ദൈവം വസിക്കുന്നില്ല, നിങ്ങളിൽ യഥാർത്ഥമായ സ്നേഹമില്ല. ദൈവ തിരുനാമം മാത്രം മഹത്വമെടുക്കട്ടെ. അപ്പോൾ ഇന്ന് നാം ചിന്തിക്കുന്ന മേഖല സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്ന കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. വീണ്ടും സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല. കണ്ടോ? അയോഗ്യമായ രീതിയിൽ, യോഗ്യതയില്ലാത്ത രീതിയിൽ സ്ത്രീകൾ നടക്കുന്നുവെങ്കിൽ തിരിച്ചറിയുക, അവരിൽ യഥാർത്ഥ സ്നേഹമില്ല. സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ ദൈവമില്ല. വീണ്ടും സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്വാർത്ഥതയില്ല. സ്വാർത്ഥ സ്നേഹമാണ് അനേകർ പ്രകടമാക്കുന്നത്. സ്വാർത്ഥ സ്നേഹം. ഒരു സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിന്റെ ഉടമയാകാൻ നമുക്ക് കഴിയുമോ? നമ്മൾ പരിശോധിക്കണം. സ്നേഹം നിഗളിക്കുന്ന, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ദേഷ്യം നമ്മളിത് ഉള്ളിൽ നിന്ന് വിട്ടുപോയിരിക്കും. കാരണം ദേഷ്യപ്പെടുന്നവരോട് പകരം ദേഷ്യപ്പെടുകയല്ല, ശകാരത്തിന് പകരം ശകാരം പകരം ചെയ്യാതെ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ. വചനം അങ്ങനെ പറയുന്നത് 1 പത്രോസ് 9:3-9. അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ
സാത്താനുള്ള മക്കളാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് ദോഷം ചെയ്താൽ തിരിച്ച് ദോഷം ചെയ്യും, ഒരാൾ ഇങ്ങോട്ട് ശകാരിച്ചാൽ തിരിച്ച് ശകാരിക്കും. അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അതൊരിക്കലും ദൈവപ്രവൃത്തിയേ അല്ല. അപ്പം നമ്മുടെ ഉള്ളിൽ അതുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കും. യഥാർത്ഥ ദൈവസ്നേഹം നമ്മളിലുണ്ടോ എന്ന് പരിശോധിച്ചു. വചനം പറയുന്നു, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെയും ശകാരത്തിന് പകരം ശകാരം പകരം ചെയ്യാതെയും അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ആമേൻ. ഇതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളിനി ദോഷത്തിന് ദോഷം ചെയ്യാൻ പാടില്ല, ശകാരത്തിന് ശകാരം പകരം ചെയ്യാൻ പാടില്ല. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ആമേൻ. വീണ്ടും നമ്മൾ തിരിച്ചറിയേണ്ടത്, അപ്പോൾ സ്നേഹം എന്ത് ചെയ്യുന്നില്ല? ദ്വേഷിക്കുന്നില്ല. ദോഷം കണക്കിടുന്നില്ല. സ്നേഹത്തിൻ്റെ മറ്റൊരു സ്വഭാവം ദോഷം കണക്കിടാതിരിക്കുക. ദോഷം കണക്കിടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കെതിരെ ദോഷം ചെയ്യുന്നുവെങ്കിൽ, അതാണ് നേരത്തെ പറഞ്ഞേ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെയും. അത് എഴുതി വെച്ച് പഠിച്ചോ, നമ്മുടെ ജീവിതത്തിൽ അത് അനർത്ഥമാക്കണം. 1 പത്രോസ് 3:9. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യം. ഒന്ന്, ദേഷ്യപ്പെടുന്നില്ല. 2, ദോഷം കണക്കിടുന്നില്ല. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ഇനിമേൽ ചെയ്യേണ്ടത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ അവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ആമേൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ? വീണ്ടും ലാസ്റ്റായി പറയുന്നു, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കും. 10ാമത്തെ ഗുണം, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുകയും ചെയ്യും. ഒരു വ്യക്തിയും അനീതി ചെയ്യുമ്പോൾ സന്തോഷിക്കുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ അനീതി ചെയ്യാനും പാടില്ല. അപ്പോൾ അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ചിരിക്കുന്നവരോടുകൂടെ ചിരിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. ഏതൊരു മനുഷ്യനും കരയുന്നവരോട് കരയാൻ കഴിയും. അത് 2 മനോഭാവം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒന്ന്, അവൻ്റെ മുമ്പിൽ ഒരു പ്രകടമാക്കാനാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ കരച്ചിലിൽ സന്തോഷിക്കുന്നുണ്ടാവും. അപ്പോൾ യഥാർത്ഥമായി കരയുന്ന ഒരു വ്യക്തിയോട് ആത്മാർത്ഥമായി കരയുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് വന്ന ഭാരം നിങ്ങൾ അനുഭവിക്കേണ്ട. അവൻ്റെ ഭാരത്തെ വഹിച്ചുകൊണ്ട് അവനോട് ചേർന്ന് കരയുവാനും ആ ഭാരങ്ങളിൽ പങ്കാളിത്തം വഹിപ്പാനും ഇന്നീ കൂട്ടായ്മയിലുള്ള തീരുമാനമെടുത്താൽ ഞാൻ പറയുന്നു, ആ ഭാരം നിന്റെ ഭവനത്തിൽ വരില്ല. അതേസമയം ആ ഭാരത്തെക്കുറിച്ച് ഓർത്ത്
അവനോടുകൂടെ അവർ പുറമേ പ്രകടമായി കരഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അതല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ കരയാനുള്ള മനോഭാവമില്ല എങ്കിൽ, അത് നന്നായി എന്ന് തോന്നുന്നുവെങ്കിൽ, അടുത്ത നാളിൽ നിന്റെ ഭവനത്തിലും അതനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരാളുടെ ഭാരം നമ്മുടെ സ്വന്തം ഭാരമായി കണ്ടുകൊണ്ട് അവരോടുകൂടെ കരയുവാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സമീപത്തുള്ള സന്തോഷം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരോടുകൂടെ സന്തോഷിക്കുവാനും നമുക്ക് കഴിയണം. അത് അവർ ചതിവും വഞ്ചനയും ചെയ്തുകൊണ്ടുള്ള ഒരു സാമ്പത്തിക സമൃദ്ധിയോ വരുമാനമോ കൊണ്ടുള്ള സന്തോഷമാണെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഇവരൊരു കാലത്ത് താളടിയാകും. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മൾ കടംപെട്ടിരിക്കുന്നു. എല്ലാ ചതിവും, എല്ലാ നുടയും, എല്ലാ വഞ്ചനയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ആമേൻ എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ആഹാരം ഭക്ഷിച്ച് കർത്താവിനെ അനുഗമിപ്പാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തിരുനാമം മാത്രം. നമ്മൾ പഠിച്ചത് 10 ഗുണങ്ങളാണ് സ്നേഹത്തിൽ. 1, സ്നേഹം ദീർഘമായി ക്ഷമിക്കും. 2, ദയ കാണിക്കും. 3, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം ചീർക്കുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ദേഷ്യപ്പെടുന്നില്ല. ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കുക. റോമർ 1:32 ഇനി വായിക്കും. അപ്പോൾ സ്നേഹം റോമർ 1:32 അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കും. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കും. ആമേൻ. ഈ 10 ഗുണങ്ങൾ നമ്മൾക്ക് ഫോളോ ചെയ്യാൻ കഴിയും. കർത്താവിനോട് പ്രാർത്ഥിക്കണം. നാളെ 4 വിശിഷ്ട ഗുണങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സ്നേഹത്തെക്കുറിച്ചുള്ള 3 മേഖലകളാണ് നമ്മൾ ചിന്തിച്ചത് ഇന്നത്തെ അടക്കം. ആദ്യത്തെ ദിവസം അഗാപ്പെ, ഈറോസ്, ഫീലിയ. രണ്ടാമത്തെ ദിവസം സ്നേഹത്തിൻ്റെ മഹാത്മ്യങ്ങൾ. സ്നേഹമില്ലെങ്കിൽ എന്തെല്ലാം കൃപാവരമുണ്ടെന്ന് പറഞ്ഞാലും ഒന്നും ഇല്ല. സ്നേഹമില്ലാത്ത ഭവനത്തിൽ എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ആണ്. രണ്ടാമത്തെ ദിവസം പഠിച്ചു. മൂന്നാമത് ഇന്ന് നമ്മൾ പഠിച്ചത് സ്നേഹത്തിൻ്റെ 10 ഗുണങ്ങളാണ്. അത് നമുക്ക് ദൈവത്തിൽ നിന്നും സ്വായത്തമാക്കാൻ കഴിയും. പ്രാർത്ഥിക്കാൻ നമുക്കതിന് വേണ്ടിയിട്ട്. ഒരു വാക്യം വായിക്കാം. റോമർ 1:32. റോമർ 1:32. റോമർ 1:32. 1:32. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. അവിടെ മുകളിൽ പറഞ്ഞു വരുന്നത് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവിടെ 1
21 വായിക്കുമ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവർ ദൈവമെന്നോർത്ത് ദൈവത്തെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അവർ നിരൂപിച്ച ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു, അതെല്ലാം വ്യർത്ഥമായി തീർന്നു. കാരണം അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ആ യഥാർത്ഥ ദൈവത്തെ ദൈവത്തോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തു. വീണ്ടും നമ്മൾ ഇവിടെ 28-ാമത്തെ വാക്യത്തിൽ പറയുക, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ല. അപ്പം ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക. അത് പരിശുദ്ധാത്മാവാണ് നമ്മളിൽ അത് നിവൃത്തിയാക്കുന്നത്. അപ്പോൾ ആ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അതിൻ്റെ താഴത്തേക്ക് അവരുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് താഴത്തേക്ക് പറഞ്ഞ കുറേ അവരുടെ സ്വഭാവങ്ങൾ, അത് ഈ പറഞ്ഞ ഈ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് അവർ പ്രവർത്തിക്കുന്നത്. കാരണം എന്താണ്? ദൈവത്തെ അവർ പരിജ്ഞാനത്തിൽ ധരിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരുടെ സ്വഭാവം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ 29 വായിക്കുമ്പോൾ, അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷ്ണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അപ്പം തെറ്റായി നടക്കുന്നവരെ ഫോളോ അപ്പ് ചെയ്യരുത്, അവരെ പ്രോത്സാഹിപ്പിക്കരുത്, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. അവരുടെ കൂടെ നടക്കരുത്. അവർ മടങ്ങി വരേണ്ടതിന്, ആത്മാർത്ഥമായി മാനസാന്തരപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, പരിശുദ്ധാത്മാവേ, നിന്റെ സന്നിധിയിൽ നിന്റെ മക്കളോട് ചേർന്ന് ഇടിവിൽ നിന്ന് ഞങ്ങൾ ഐകമത്യപ്പെട്ടൊരു വാക്ക് പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനും സ്വർഗസ്ഥനും ആയ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്താൽ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ദിനം തോറും നിമിഷം തോറും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധി ഞങ്ങൾ വായിച്ച ഈ 10 ഗുണങ്ങൾ, സ്നേഹത്തിൻ്റെ 10 ഗുണങ്ങൾ, അത് ദൈവത്തിൻ്റെ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളുള്ളവരായി ഞങ്ങൾ രൂപാന്തരം പ്രാപിപ്പാൻ ഇതാ ഞങ്ങളെ തന്നെ നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ദൈവസ്നേഹമാകുന്നു. സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ 10 ഗുണങ്ങളെ കർത്താവെ ഞങ്ങൾ സ്വായത്തമാക്കുവാൻ ഇതാ കർത്താവെ ഞങ്ങൾ തന്നെ കൂട്ടായ്മയുള്ള മുഴുവൻ പേരെയും ഞങ്ങളുടെ തലമുറകളെയും കർത്താവെ നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുക. അവിടെ നിന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ മേൽ യഥാർത്ഥമായ ഈ ദൈവസ്നേഹം പകർന്ന് ഈ ദൈവീക സ്വഭാവമുള്ള ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കുന്ന ദീർഘക്ഷമയും മഹാദയും കരുണാസമ്പന്നതയുമുള്ള ദൈവമക്കളാക്കി അവിടുന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ വചനം കൈക്കൊണ്ട മുഴുവൻ പേരുടെ മേലും നിന്റെ അത്യന്ത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. നിന്റെ കൃപ വ്യാപരിക്കട്ടെ. നിന്റെ തിരുസാന്നിധ്യം വ്യാപരിക്കട്ടെ. നിന്റെ മക്കളുടെ കുടുംബങ്ങളിൽ ഒരു യഥാർത്ഥ ദൈവ സ്വഭാവം വെളിപ്പെട്ടു വരുവാൻ നിന്റെ മക്കൾ ഈ വചനം കേട്ട ആരും തന്നെ ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെയും ശകാരത്തിന് പകരം ശകാരം പകരം ചെയ്യാതെയും അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കാൻ തക്കവണ്ണം ഒരു പുതിയ ഹൃദയത്തെയും പുതിയ ആത്മാവിനെയും ഈ വചനം കേട്ട മുഴുവൻ പേർക്ക് അവരുടെ തലമുറകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ സ്വർഗം
ഈ വചനം കേട്ട കുടുംബങ്ങളുടെ മേൽ ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവസ്വഭാവമുള്ളവരായി ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ പേരും രൂപാന്തരം പ്രാപിക്കട്ടെ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവസ്വഭാവമുള്ളവരായി തീരുവാൻ കർത്താവെ നിന്റെ മക്കളുടെ നേരെ എളിദാസൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് സ്വർഗം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ സമയം ഈ കൂട്ടായ്മയിലായിരുന്ന മുഴുവൻ പേരും ഈ ദൈവ സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറുവാൻ ഇനി ഒരിക്കൽ പോലും ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെയും ശകാരത്തിന് പകരം ശകാരം പകരം ചെയ്യാതെയും അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കാൻ ഈ ദേശത്തിന് വേണ്ടിയിട്ടിരുന്ന് പ്രാർത്ഥിപ്പാനും ദേശത്തിലുള്ള മുഴുവൻ ആളുകളെയും അനുഗ്രഹിപ്പാനുമുള്ള കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുക. അതിന് തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അധികാരമുള്ള ശുശ്രൂഷകരായി അഭിഷേകമുള്ള ശുശ്രൂഷകരായി കർത്താവെ ഇപ്പോൾ ഞങ്ങൾ പഠിച്ച സ്നേഹത്തിൻ്റെ ഉടമകളായി ഞങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ട ഈ സ്നേഹം കർത്താവെ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് മുഴുവൻ വെളിപ്പെട്ടു വരുവാൻ കർത്താവെ നിന്റെ സ്വഭാവം ഞങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ ഞങ്ങളെ കാണുമ്പോൾ നിന്നെ കാണുവാൻ തക്കണം വലിയ ദൈവപ്രവൃത്തി കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കുമാറാകുന്നുണ്ടാവും. ഈ വചനം കേട്ട ഒറ്റ കുടുംബാംഗങ്ങളെയും കർത്താവെ ഒരു ദോഷവും വരാതെ വണ്ണം കർത്താവെ നീ കരുതിക്കണം. ഈ വചനങ്ങളെ ഏറ്റെടുത്ത മുഴുവൻ കുടുംബങ്ങളെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ ഞായറാഴ്ച വരുമ്പോൾ ഇതെല്ലാം സാക്ഷ്യമായി തീരുവാൻ തക്കണം. കർത്താവെ ഈ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും കിട്ടിയവരൊന്നും തന്നെ കർത്താവിനെ മഹത്വീകരിക്കാതെ ഇവിടുന്ന് മടങ്ങിപ്പോകാൻ ഇടവരാതെ വണ്ണം എല്ലാവരും ഒന്നുപോലെ കയറി 2 മിനിറ്റ് 1 മിനിറ്റ് 3 മിനിറ്റ് എന്ന് പറഞ്ഞ് എനിക്കൊരു സാക്ഷ്യം പറയണമെന്ന് ഓരോരുത്തരും പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിപ്പാൻ കർത്താവ് ഈ കൂട്ടായ്മ യേശുവിനെ മഹത്വീകരിപ്പാൻ മാത്രമാണ്, ദൈവത്തെ മഹത്വീകരിപ്പാൻ മാത്രമാണ്. കർത്താവ് ഒരാളുടെ അധരത്തിൽ നിന്നും ഒരു മനുഷ്യനെയും മഹത്വീകരിക്കാതെ യേശു എന്നെ തൊട്ടു, യേശുവിനെ ഞാൻ അറിഞ്ഞു, യേശു എൻ്റെ കുടുംബത്തിന് അനുഗ്രഹങ്ങളെ നൽകിയെന്ന് സാക്ഷ്യം പറയുവാൻ വലിയ മിറക്കിളുകൾ ഈ ഞായറാഴ്ച ഉണ്ടാകട്ടെ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവിടുത്തെ തൃപ്പാദത്തിൽ പൊടികളെന്തായിട്ട് ഏൽപ്പിക്കുക. പ്രാർത്ഥന കേട്ടന സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരമരളയണമേ. ആമേൻ. സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാറ്റിലും എന്നേക്കും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾ ഓരോരുത്തരോടു കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. കർത്താവേ വേഗം വരെ